ഹലോ ഡ്യൂട്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് പുറത്ത് വരെ പോവാണ്. അപ്പോൾ എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ നോക്കിയാലോ? ആദ്യമേ തന്നെ മുടി ഒന്ന് കെട്ടിവെച്ചു, എങ്കിലല്ലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് അല്ലിയുടെ സൺസ്ക്രീനാണ് ഞാൻ ആദ്യം ഇടാൻ പോകുന്നത്. അല്ലി സ്കൂളിൽ പോയത് കൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എല്ലാം എൻ്റെ പുറകെ നടന്ന് വിളിച്ച് പറഞ്ഞേനെ. അത് കഴിഞ്ഞ് ഇനി പൗഡറാണ് ഇടാൻ പോകുന്നത്. പൗഡർ ഇട്ടെങ്കിൽ എനിക്കൊരു സമാധാനം വരത്തുള്ളൂ. അങ്ങനെ പൗഡർ ഇട്ടതിന് ശേഷം ഞാൻ ഇടാൻ പോകുന്നത് ഡ്രസ്സാണ്, എങ്കിൽ എനിക്ക് കണ്ണെഴുതാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയതാണ്. അമ്മ നാട്ടിൽ വന്നപ്പോൾ ഇപ്പോഴാണ് അമ്മ സത്യം പറഞ്ഞാൽ ആ കാര്യം അറിയുന്നത് തന്നെ. അതിനുശേഷം ഞാൻ കണ്ണെഴുതുവാണ്. ഫോണിൽ നോക്കി കണ്ണെഴുതാനുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്ക് കണ്ണാടി പോയി കണ്ണ് എഴുതി പൊട്ടും തൊട്ട് തിരിച്ചു വന്നു. ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് മാലയാണ്. പക്ഷേ മാല തപ്പിയിട്ട് കാണാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ലിപ് ബാം എടുത്ത് ഇടാമെന്ന് വിചാരിച്ചു. ഈ ഒരു ലിപ് ബാം വല്ലാതിരിക്കുന്നത്, ഇതിൻ്റെ എക്സ്പീരി ഡേറ്റ് കഴിഞ്ഞതാണോ എന്നൊരു സംശയം. അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ മാല കാണാഞ്ഞത് കൊണ്ട് ഞാൻ മുടി തന്നെ കെട്ടാമെന്ന് വിചാരിച്ചു. ഇനി ഈ ഒരു മുടി ഏത് കോലത്തിൽ കിട്ടുമെന്ന് ഒരു ഐഡിയയും ഇല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഞാൻ മുടി അഴിച്ചിടാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അതാണ്ട് തപ്പിയ സാധനം അവിടെ വെറുതെ ഇരിപ്പുണ്ടായിരുന്നു, എൻ്റെ മാലയാണ്. അങ്ങനെ ഞാൻ മാല എടുത്തിട്ടു. അത് കഴിഞ്ഞ് ഈ ഒരു കമ്മൽ ഇടാമെന്ന് വിചാരിച്ചു. ഈ ഒരു കമ്മൽ ഞാൻ ആലപ്പുഴ ചിറപ്പിൽ നിന്ന് വാങ്ങിച്ച ഒരു കമ്മലാണ്. അപ്പോഴാണ് എന്തോ ഒന്ന് എൻ്റെ മുഖത്ത് മിസ്സായതുപോലെ എനിക്ക് തോന്നിയത്. ലിപ്സ്റ്റിക് ആയിരുന്നു. ഈ ഒരു ലിപ്സ്റ്റിക് ഞാൻ ട്രാൻഡ്രം പോയപ്പോൾ എൻ്റെ അപ്പച്ചി എനിക്ക് തന്നു വിട്ടൊരു സാധനമായിരുന്നു. നല്ലൊരു ലിപ്സ്റ്റിക് ആണ്. അപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാവുന്നത്, ഞാൻ അടിയിൽ പാൻറ്റിട്ടിട്ടില്ല. അപ്പം ഞാൻ വേഗം പോയി പാൻറ്റ് വിട്ടു തിരിച്ചു വന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് മുടി കണ്ടിട്ട് എനിക്കൊരു സംതൃപ്തി വരാത്തത് കൊണ്ട് ഞാൻ താഴെ നോക്കിയപ്പം എൻ്റെ ഒരു സ്ലൈഡ് കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് വെച്ച് ഞാൻ എൻ്റെ തലമുടി ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഇനി മോതിരവും ചെയിനുമാണ്. അത് ഡെയിലി കാണാതെ പോകുന്നത് ഡെയിലി ഒരു പതിവാണ്. അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ തപ്പി കണ്ടുപിടിച്ച് അതിട്ടു. 3 മണി പോകേണ്ടത് 3:30 ആയതുകൊണ്ട് വേഗം പോട്ടെ, കുറച്ച് ഷോ കാണിച്ചിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.